MBBS പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് 200-ലധികം കുട്ടികൾ പ്രതിവർഷം പോകുന്ന ഒരു രാജ്യമാണ് മോൾഡോവ എന്ന് പറയുന്നത്. മോൾഡോവയിലെ ഓൾമോസ്റ്റ് 1000-ന്റെ അടുത്ത് കുട്ടികൾ ഇപ്പം MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് മോൾഡോവക്ക് എത്ര പ്രത്യേകത? മോൾഡോവ ഒരു യൂറോപ്യൻ രാജ്യമാണോ? മോൾഡോവയിൽ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസ് എത്രയാണ്? ലിവിങ് എക്സ്പെൻസ് എത്രയാണ്? ബജറ്റ് എത്രയാണ്? നമുക്ക് ടോട്ടൽ എത്ര വർഷം മോൾഡോവയിൽ MBBS പഠിക്കണം? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ മോൾഡോവയിൽ നിന്ന് കിട്ടുന്ന ഡിഗ്രി എന്താണ്? മോൾഡോവ WHO ലിസ്റ്റിലുണ്ടോ? NMCന്റെ റൂൾസ് പാലിക്കുന്നുണ്ടോ? രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ടോ? എന്ന് തുടങ്ങിയ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇനി നിങ്ങൾ മോൾഡോവ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പാരൻസിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവർക്കും മോൾഡോവനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് കഴിയും. സോ മോൾഡോവയിലെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിക്കോളെ ടെസ്റ്റിമെറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. മോൾഡോവയിലെ വൺ ഓഫ് ദി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ പേരാണ് നിക്കോളെ ടെസ്റ്റിമെറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. നിക്കോളെ ടെസ്റ്റിമെറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കറൻ്റ്ലി കൊടുക്കുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ 6 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു ഡിഗ്രിയാണ് അവാർഡ് ചെയ്യുന്നത്. 6 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഡിഗ്രിയാണ് അവാർഡ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. NMCന്റെ റൂൾസ് കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. NMC എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. നമുക്ക് ഓൾറെഡി അറിയാലോ, 5 റൂൾസ് ആയിരുന്നു NMC പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ റൂൾ എന്താണ്? WHO ലിസ്റ്റിലുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ എത്ര ഡ്യൂറേഷൻ കോഴ്സിനുണ്ട് എന്നുള്ളതാണ്. 54 months ഓർ 4.5 years ഉണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആണോ എന്നുള്ളത് ഒരു കൺസിഡറേഷൻ ആണ്. നാലാമത്തെ കാര്യം 1 year ഇന്റേൺഷിപ്പ്. നിങ്ങൾ ഈ കോഴ്സിന്റെ കൂടെ തന്നെ 54 months ഓർ 4.5 years കഴിഞ്ഞതിന് ശേഷം 1 year ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. അഞ്ചാമത്തെ കാര്യം എന്താണ്? രജിസ്ട്രബിൾ ആണോ? നിങ്ങൾക്ക് മോൾഡോവയിൽ നിങ്ങൾ ഡിഗ്രി രജിസ്റ്റർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള 5 കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് മോൾഡോവ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? ഈ 5 കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ? പിന്നെ നമുക്ക് അഡീഷണലി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ECFMGന്റെ അക്രഡിറ്റേഷനെ പറ്റി. സോ നമുക്ക് ഈ കോളേജിന് ECFMGന്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കാം. സോ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്? നമ്മൾ WHO സൈറ്റിൽ കയറാണ്. ഇപ്പോൾ ഓൾറെഡി തന്നെ WHO സൈറ്റിൽ യൂണിവേഴ്സിറ്റിന്റെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കോളേജ് ഓൾറെഡി WHO അപ്രൂവ്ഡ് ആണ്. ഇനി നമുക്ക് ബാക്കി 4 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഡ്യൂറേഷൻ, പ്രോഗ്രാം ഡീറ്റെയിൽസ്. ഇതിൽ നമുക്ക് ഓൾറെഡി കാണാം 6 ഇയർ പ്രോഗ്രാം ആണ് ഇവർ കൊടുക്കുന്നത്. 6 ഇയർ പ്രോഗ്രാം ആണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ WHO ലിസ്റ്റിൽ ഇത് കണ്ടു. പിന്നെ നമ്മൾ 6 ഇയർ പ്രോഗ്രാം ആണെന്ന് കണ്ടു. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടെന്ന് കണ്ടു. ഇനി 1 year ഇന്റേൺഷിപ്പ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഡിഗ്രി 6 ഇയർ ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. NMCന്റെ 2021 റൂള് വന്നതിന് ശേഷം നമ്മൾ മോൾഡോവയിൽ 1 year എക്സ്ട്രാ ഇന്റേൺഷിപ്പ് ചെയ്യൽ നിർബന്ധമാണ്. സോ നമ്മൾ മോൾഡോവയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തതിനു ശേഷം 1 year എക്സ്ട്രാ ഇന്റേൺഷിപ്പ് കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മോൾഡോവയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ മോൾഡോവന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് 7 year ആയിട്ട് വരും. അതായത് മോൾഡോവന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 7 year ആയിട്ട് വരും. അപ്പൊ നമുക്ക് നോക്കേണ്ടത് രജിസ്റ്ററബിൾ ആണ് എന്നുള്ളതിന്റെ പ്രൂഫ് എവിടെയാണ്? നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യൻ എംബസിയിലേക്ക് അയച്ചൊരു ലെറ്റർ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ എംബസിയിലേക്ക് അയച്ച ലെറ്റർ ആണ്. ഈ ലെറ്ററിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ത്യൻ സ്റ്റുഡൻസ് ഇതിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡീസ് അറ്റ് ദ ഇന്റഗ്രേറ്റഡ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മെഡിസിൻ. ഇംഗ്ലീഷ് മീഡിയം ആണ്. 6 year 360 ക്രെഡിറ്റ് ആണ്. ഇൻക്ലൂഡ്സ് തിയററ്റിക്കൽ കോഴ്സസ്, പ്രാക്ടിക്കൽ classes and seminars, current and summer clinical internship. The study period exceed the minimum 54 months. അതായത് ഈ 6 year പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് വരുന്നത് ക്ലിനിക്കൽസും അതുപോലെ തന്നെ ട്യൂഷനുമായിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ 12 മാസം 12 months എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് 12 months പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് 12 മാസം നിങ്ങൾ 6 വർഷത്തിന് ശേഷം ഈ 12 മാസം നിങ്ങൾ എന്ത് ചെയ്യണം?
അവിടുത്തെ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ചെയ്യണം, NMC പറഞ്ഞ പോലെ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മോൾഡോവയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. മോൾഡോവയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് 2021 ശേഷം ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2021 മുന്നേ മോൾഡോവയിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് 6 ഇയർ ചെയ്താൽ മതി. പക്ഷേ 2021 ശേഷം മോൾഡോവയിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ 7 ഇയർ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ഇനി നമുക്ക് അപ്പം ഇതിൽ നിന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി, എന്ത് മോൾഡോവയിൽ രജിസ്റ്ററബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് ECFMGൻ്റെ അക്രിഡിറ്റേഷൻ ആണ്. ECFMGൻ്റെ അക്രിഡിറ്റേഷന് ഇത് നമുക്കെന്ത് മനസ്സിലായി, ECFMGൻ്റെ അക്രിഡിറ്റേഷൻ ആണ് ഇനി ചെക്ക് ചെയ്യാനുള്ളത്. കാരണം രജിസ്റ്ററബിൾ ആണെന്നുള്ളത് ഓൾറെഡി നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ECFMGൻ്റെ അക്രിഡിറ്റേഷൻ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. WHO വെബ്സൈറ്റിൽ നമ്മൾ സ്പോൺസർ നോട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ കോളേജ് ECFMG അക്രിഡിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു റൂളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി നമുക്ക് UK പ്ലാബ് എഴുതാൻ, USML എഴുതാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇത് ECFMGൻ്റെ അക്രിഡിറ്റേഷൻ കൂടി ഉള്ള ഡിഗ്രിയാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടുന്ന് അവാർഡ് ചെയ്യുന്ന ഡിഗ്രി ഏതാണ്, ഇവിടുന്ന് അവാർഡ് ചെയ്യുന്ന ഡിഗ്രിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുന്ന് അവാർഡ് ചെയ്യുന്ന ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിൽ എഴുതിയിട്ടുള്ളത് ഡിപ്ലോമ ഓഫ് ലൈസൻസ് ഇൻ മെഡിസിൻ ഇൻ്റഗ്രേറ്റഡ് ഹയർ എഡ്യൂക്കേഷൻ ബാച്ചിലർ ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഇതാണ് ഇവർ അവിടെ നിന്ന് അവാർഡ് ചെയ്യുന്ന ഡിഗ്രി. ഇതിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഡിഗ്രി ഓഫ് ലൈസൻസേറ്റ് ഇൻ മെഡിസിൻ, പ്രൊഫഷണൽ ട്രെയിനിങ് ഫീൽഡ്, ജനറൽ മെഡിസിൻ, സ്റ്റഡി പ്രോഗ്രാം ജനറൽ മെഡിസിൻ. ഇതാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇവിടുത്തെ എക്സ്പെൻസുകളാണ്. ഇനി നമുക്ക് അറിയാനുള്ളത് ഇവിടുത്തെ എക്സ്പെൻസുകൾ അറിയാനുണ്ട്. അതുപോലെ തന്നെ ലൈസൻസിങ് എക്സാമുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ. 6 ഇയർ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെയാണ് ഇവരുടെ ലൈസൻസിങ് എക്സാം വരുന്നത്. അപ്പം 6 ഇയർ കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ലൈസൻസിങ് എക്സാം കിട്ടും. പിന്നെ 12 ഇയർ ഇൻറ്റേൺഷിപ്പ് കൂടി ചെയ്താൽ മാത്രമേ അവിടെ രജിസ്റ്ററബിൾ ആവുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അറിയാനുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയാണ്, ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെയാണ്. നമുക്ക് മൊത്തത്തിൽ മോൾഡോവയിൽ പഠിച്ച് 7 ഇയർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയണം. ഇതിന് കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ 6 ഇയർ വരെയുള്ള പ്രോഗ്രാമിൻ്റെ ഫീസേ നമുക്കറിയുള്ളൂ. കാരണം 7th ഇയറിന് ഫീസ് ഉണ്ടോ ഇല്ലേ നമുക്കിപ്പോൾ അറിയില്ല. കാരണം ഇപ്പം 2021 ശേഷം ജോയിൻ ചെയ്ത കുട്ടികൾ 6 ഇയർ കഴിയുമ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോൾ വരുന്ന ഫീസിൻ്റെ 50% എക്സ്പെക്ട് ചെയ്യണമെന്നാണ് ഞാൻ ഇവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. 6 ഇയർ പ്രോഗ്രാം ആണല്ലോ വരുന്നത്. 6 ഇയർ പ്രോഗ്രാമാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഇവിടെ വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 5500 യൂറോ ആണ് വരുന്നത്. നമുക്ക് ഒരു യൂറോനെ നമുക്ക് എന്ത് ചെയ്യാം, 90 rupees ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഒരു യൂറോനെ 90 rupees ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഇയർ വരുന്നത് 5500 യൂറോ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് വിസക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 400 യൂറോ നമുക്ക് എവിടെ സ്പെൻഡ് ചെയ്യണം, നമുക്ക് മോൾഡോവിൽ സ്പെൻഡ് ചെയ്യണം. ഇത് നമുക്ക് 6 ഇയർ ഡ്യൂറേഷനുള്ള ഒരു ഗ്രീൻ കാർഡാണ് നമുക്ക് കിട്ടുക. അതായത് ഇയർലി ഉള്ള വിസ റിന്യൂവൽ ഇല്ല. ഇത് 1 ടൈം ആയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് 600 യൂറോ നമുക്ക് അവിടെ ഹോസ്റ്റലിന് വരുന്നുണ്ട്. ഹോസ്റ്റൽ 8 months ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവുക. കാരണം നമുക്ക് 8 months ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 600 യൂറോ വരും. ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നമുക്ക് ഹോസ്റ്റലിൽ മന്ത്ലി അത് നെക്സ്റ്റ് ഇയർ മുതൽ എങ്ങനെ വരും എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് വരുന്നത് 75 യൂറോ ആണ് നമുക്ക് 3 ബെഡഡ് ആയിട്ടുള്ള ഹോസ്റ്റലിൽ 75 യൂറോ നമുക്ക് മന്ത്ലി വരുന്നുണ്ട്. അതുപോലെ തന്നെ 85 യൂറോ നമുക്ക് 2 ബെഡഡ് ആയിട്ടുള്ളതിന് മന്ത്ലി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ മുതലുള്ള എക്സ്പെൻസിൽ നമുക്ക് അങ്ങനെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോവാം. സോ ഇത്രയും എക്സ്പെൻസുകളാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ടിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു 40,000 നമുക്ക് ആദ്യം ഈ യൂറോ കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം 5500 യൂറോ, 5500 പ്ലസ് 400 പ്ലസ് 600 ഓൾമോസ്റ്റ് 6500 യൂറോ ആണ് നമുക്ക് വരുന്നത്. ഇതിനെ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 90 കൂട്ടാണെങ്കിൽ 5,85,000 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയർ ഫുഡ് ആഡ് ചെയ്യാനുണ്ട്. ഫുഡ് നമുക്ക് അവിടെ ഓൾമോസ്റ്റ് 200 യൂറോ നമുക്ക് ഫുഡ് മന്ത്ലി വരുന്നുണ്ട്. മന്ത്ലി
ഫുഡ് നമുക്ക് എത്ര വരുന്നുണ്ട്? 200 വരുന്നുണ്ട്. അപ്പം 200 ഇൻറ്റു ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 8 months ആണ് വരുന്നത്. ഇൻറ്റു 90 നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1,44,000 കൂടി വരും. അപ്പോൾ ഇതെത്ര വരും? പ്ലസ് 585,000 ഓൾമോസ്റ്റ് നമുക്ക് 7,29,000 നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഓൾമോസ്റ്റ് വരുന്നുണ്ട് റുപ്പീസ്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണൽ സർവീസ് ചാർജ് കാര്യങ്ങൾ എല്ലാം കൂടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 lakhs കൂട്ടാം. അങ്ങനെ നമുക്ക് 9,29,000 പിന്നെ ഓൾമോസ്റ്റ് ടിക്കറ്റ് നമുക്കൊരു 40,000 ഒക്കെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് 9,69,000 ആണ് നമുക്ക് ഓൾമോസ്റ്റ് മോൾഡോവയിൽ പോകാൻ ഫസ്റ്റ് ഇയർ വരുന്ന എക്സ്പെൻസ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇതിൽ നമ്മളെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നുണ്ട്, 8 months ഹോസ്റ്റൽ വരുന്നുണ്ട്, 8 months ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരുന്നുണ്ട്, വിസ വരുന്നുണ്ട്, 6 yearsക്കുള്ള വിസന്റെ എമൗണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് 9,69,000 ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് ഇയർ മുതലുള്ള എക്സ്പെൻസുകളാണ്. സോ സെക്കൻഡ് ഇയർ മുതലുള്ള എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, നേരത്തെ നമ്മൾ ഫീസ് എഴുതിയിട്ടുണ്ടായിരുന്നത് 5,500 ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ. പക്ഷേ സെക്കൻഡ് ഇയർ മുതൽ 6,000 euro ആണ് എന്ത് വരുന്നത്? ഫീസ് വരുന്നത്. സെക്കൻഡ് ഇയർ ടു 6th year വരെ. അപ്പം നമുക്ക് 5 year എന്ത് വരുന്നുണ്ട്? ടു 5th year വരെ വരുന്നത് 6,000 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഗ്യാപ്പ്, അപ്പോൾ ഓൾമോസ്റ്റ് 5 years നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6,000 ഇൻറ്റു 5 years, കാരണം നമ്മൾ ഫസ്റ്റ് ഇയർത്തത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 30,000 euro വരും. 30,000 euro വരും ഇൻറ്റു 90. അപ്പോഴാണ് ഇന്ത്യൻ റുപ്പീസ്ക്ക് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അതപ്പോൾ എത്ര വരുന്നുണ്ട്? 30,000 ഇൻറ്റു 90 വരുമ്പോൾ ഓൾമോസ്റ്റ് 27 ലക്ഷം രൂപ വരുന്നുണ്ട്. 27 ലക്ഷം. ഇനി നമുക്ക് കൂട്ടാനുള്ള എന്താണെന്നറിയോ? ഇതിപ്പം നമ്മളെ ഫീസ് മാത്രമേ ആവുന്നുള്ളൂ. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരാൾ 2 bedded ഹോസ്റ്റലും 3 bedded ഉണ്ട്. നമുക്കൊരു ആവറേജിന് നമുക്ക് എന്ത് ചെയ്യാം? 3 bedded ഹോസ്റ്റൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 3 bedded ഹോസ്റ്റലിന് 75 ആണ് മന്ത്ലി വരുന്നത് ഇൻറ്റു 10 months. അപ്പോൾ അത് നമുക്ക് ഓൾമോസ്റ്റ് 750 euro വന്നു. പിന്നെ നമുക്ക് വരുന്നത് ഫുഡിന് 200 വരും. അത് നമുക്ക് 10 months വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2,000 ഫുഡ് വരും. പിന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. സെക്കൻഡ് ഇയർ മുതൽ വന്നും പോകാനും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70,000 rupees നമുക്ക് ആവറേജ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇയർലി വരും. ഒരു 70,000 ഇത് റുപ്പീസാണ് ഇയർലി വരും. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് 27 lakhs ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മളൊക്കെ ഇയർലി ആണ് ചെയ്തത്. ഇനി ഇതിനെല്ലാം നമ്മൾ 5 years എത്ര വരും നോക്കണം. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ഫുഡ് ഇൻറ്റു 5 ടിക്കറ്റ് നമുക്ക് ആദ്യം ഇത് റുപ്പീസ് ആക്കാം, എന്നിട്ട് നമുക്ക് ടിക്കറ്റിന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 750 ഇൻറ്റു 5 years നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 3,750 euro ആണ് വരുന്നത്. അതുപോലെ തന്നെ 2,000 ഇൻറ്റു 5 നോക്കുകയാണെങ്കിൽ 10,000 വരും. 10,000 വരും. പിന്നെ വരുന്നത് ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് നമുക്ക് 70,000 ഇൻറ്റു 5 years നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3.5 lakhs വരും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണുള്ളത്? ഈ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എഴുതിയ ഈ ബഡ്ജറ്റാണ് നമുക്ക് ഇപ്പോൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതിൽ നമുക്ക് ടോട്ടൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അതിലിപ്പോൾ 3,750 ഇൻറ്റു 90 നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ മാറ്റി എഴുതണമല്ലോ ഓരോന്ന്. 3,750 euro ഇൻറ്റു 90 നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു കാര്യം നമുക്ക് എത്ര വരും? ഓൾമോസ്റ്റ് വരുന്നത് 3,37,500 ആണ് വരുന്നത് റുപ്പീസ്. ഓക്കെ. അതുപോലെ തന്നെ ഈ 2,000 ഇൻറ്റു 2,000 അല്ല 10,000 വരുന്നുണ്ട്. നമ്മളത് 2,000 ഇൻറ്റു 5 years നോക്കുമ്പോൾ 10,000 വരുന്നുണ്ട്. അപ്പോൾ ഈ 10,000 നമ്മൾ ഇൻറ്റു ചെയ്യുമ്പം നമുക്ക് 90 വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 9 lakhs വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എന്താണ്? ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് 70,000 ആണ് വരുന്നത്. 70,000 ഇൻറ്റു 5 year ആകുമ്പം ഓൾമോസ്റ്റ് 3,50,000 നമുക്കത് വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് 75 എന്ന് പറഞ്ഞാൽ 3 bedded ഹോസ്റ്റലിന്റെ എമൗണ്ട് ആണ്. അതിൽ നമ്മൾ 10 month നോക്കി. 10 month നോക്കുമ്പോൾ 750 വരും. 750 നമ്മൾ 5 years നോക്കുമ്പോൾ 3,750 വരും. 3,750 നമ്മൾ എമൗണ്ട് നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 3,37,500 രൂപ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്കോമഡേഷന് ഓൾമോസ്റ്റ് 10,000 ഇൻറ്റു 90 10,000 euro ഇൻറ്റു 90 ആണ്. അപ്പോൾ ഇൻറ്റു 90 നോക്കുമ്പോൾ 9 lakhs അത് വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ 3,37,500 പ്ലസ് 9 ലക്ഷം പ്ലസ് 3,50,000 മൊത്തത്തിൽ 15,87,500
വരുന്നുണ്ട്. ഇത് നമ്മളെ മൊത്തത്തിൽ വരുന്ന ഏത് എക്സ്പെൻസ് ആണ്? നമ്മളെ ഫുഡ്, അക്കമഡേഷന്, ഫ്ലൈറ്റ് ടിക്കറ്റ് കംപ്ലീറ്റ് നമുക്ക് 7 ഇയറിന് വരുന്ന എക്സ്പെൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അതായത് 27 lakhs എന്ന് പറഞ്ഞാൽ ഫീസും കാര്യങ്ങളും ആണ് വരുന്നത്. ഇനി ആ 27 lakhs നമ്മൾ വരുന്ന മറ്റ് എക്സ്പെൻസുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 42,87,500 ആണ് നമുക്ക് അപ്രോക്സിമേറ്റ് വരുന്ന എക്സ്പെൻസ്. അവിടെ പഠിക്കാൻ മോൾഡോവയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 42 lakhs സംതിങ് ആണ് നമുക്ക് ഓൾമോസ്റ്റ് വരുന്ന എക്സ്പെൻസ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാണ്. ഇത് നല്ലൊരു കൺട്രിയാണ് MBBS പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ മോൾഡോവയിലെ നിക്കോള ടെസ്റ്റിമെറ്റാനോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ അടുത്തുള്ള എയർപോർട്ട് കിഷ്നവ് എയർപോർട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടാണ് നമ്മളെ മോൾഡോവ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തുള്ള എയർപോർട്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ കുട്ടികളും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇത് യൂറോപ്പാണ്, പക്ഷേ യൂറോപ്പിലാണുള്ളത്, പക്ഷേ ഷെങ്കൻ വിസ അല്ല. അതുകൊണ്ട് യൂറോപ്പിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് അങ്ങനത്തെ ബെനിഫിറ്റുകളൊന്നും കിട്ടില്ല. ആകെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഡിഗ്രി റൊമാനിയയിൽ PG ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക ഒരു ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളൊരു ഓപ്ഷനാണ് മാത്രമാണ് നമുക്ക് ഒരു പ്രത്യേക ബെനിഫിറ്റ് ആയിട്ട് പറയാനുള്ളത്. 7 ഇയർ പ്രോഗ്രാമാണ് കംപ്ലീറ്റ്. നിങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോൾ 7 ഇയർ വരും. അത് ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഈ എമൗണ്ടിൽ ഒരു കാര്യം കൂടി ഉണ്ട്. 7 ഇയർ വരുന്നതുകൊണ്ട് ഇത് നമ്മളൊക്കെ കൂട്ടിയത് 6 ഇയറിൻ്റെ എമൗണ്ട് മാത്രമേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. റൈറ്റ്. ഇവിടെ നമ്മൾ ഹോസ്റ്റൽ കാര്യങ്ങൾ ആഡ് ചെയ്തു, ഫുഡ് ഇവിടെ ആഡ് ചെയ്തു, നമ്മൾ അതൊക്കെ ചെയ്തു. ഫസ്റ്റ് ഇയറിൽ നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളതിൽ ഒരു ഇയറിൻ്റെ എക്സ്പെൻസ് കൂടി ഇവിടെ കൂട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടി കൂട്ടാൻ 7th ഇയർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 750 പ്ലസ് പിന്നെ 2000 പ്ലസ് വരുമ്പോൾ 2750 യൂറോ വരും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും വരില്ല നമുക്ക് ഒരു വർഷത്തെ. അപ്പോൾ അതുകൂടി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. 2,47,500 പ്ലസ് 70,000. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 3,17,500 വരും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 42 അല്ല വരിക കേട്ടോ. 42 അല്ല വരിക. നമ്മൾ നോക്കേണ്ടത് 42,87,500 യൂറോ അല്ല റുപ്പീസാണ്. റുപ്പീസ് പ്ലസ് 3,17,500 ഈ എമൗണ്ട് ആണ് അപ്പോൾ നമുക്ക് വരിക. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 46,500 ആണ് വരുന്നത്. അപ്പോൾ ഈ എമൗണ്ട് ആണ് നമുക്ക് മോൾഡോവയിൽ പഠിക്കാൻ വേണ്ടി വരുന്നത്. ഓൾമോസ്റ്റ് 46 ലാക്സിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് നമുക്ക് വരും. ഇത് പിന്നെ കറൻസി ഡിഫറൻസിലും അതുപോലെ തന്നെ 6 വർഷം ഓൾമോസ്റ്റ് നമുക്കൊരു 46-48 ആ റേഞ്ചിൽ എമൗണ്ട് നിങ്ങളെടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോൾഡോവയിൽ പഠിക്കാം. 7 ഇയർ ആണ് ഡ്യൂറേഷൻ വരുന്നത്. സോ നിങ്ങൾക്ക് ജോർജിയയിലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം. ഓഫീസിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ +91 7025 719 000 അല്ലെങ്കിൽ +91 7025 729 000. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാരൻസായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഫുൾ അസിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻസും കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കൗൺസിലേഴ്സിനെ ഇപ്പം തന്നെ വിളിച്ചോളൂ. അതുപോലെ തന്നെ ഈ മോൾഡോവയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പാരൻസിന് അതുപോലെ കുട്ടികളുടെ പാരൻസിനെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലെ കമൻറ്റിൽ എഴുതാം. ആ ഡൗട്ട് ഞങ്ങൾ വീണ്ടും ക്ലാരിഫൈ ചെയ്ത് തന്നിരിക്കും. സോ താങ്ക് യു.